ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രേമലു സിനിമ OTT വന്നിട്ടുണ്ട്. നമ്മൾ ആ സിനിമ കണ്ടപ്പോൾ തന്നെ ഇതിനകത്ത് കുറച്ച് സീൻ റിയാക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ എല്ലാ സിനിമയും ഇല്ലേ, മലയാളത്തിലെ എല്ലാ സിനിമയും ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാല് നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് OTT വരുമ്പോൾ തന്നെ നമ്മളത് റിയാക്ഷൻ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് ആദ്യം നമ്മൾ ഇത് ചെയ്തായിരുന്നു, പ്രമേയം നമ്മൾ ഓൾറെഡി 3 വീഡിയോ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ട ആ സിനിമ മൊത്തത്തിൽ ഇഷ്ടമാണ്. പിന്നെ അതിനകത്ത് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ സീൻസ് ആണ് നമ്മൾ അതിനകത്ത് റിയാക്ട് ചെയ്തത്. അത് ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്, നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ്. പിന്നെ അതിനുശേഷം ഇപ്പൊ പ്രേമലു ആണ് വന്നത്. ഇനിയും ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഓരോ പടവും മലയാളത്തിൽ ഇപ്പൊ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് തന്നെ ആവേശം, അതെല്ലാം ഭയങ്കരമായിട്ട് ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നെക്സ്റ്റും ഭയങ്കര സിനിമകളൊക്കെയാണ് വരാതിരിക്കുന്നത്. അപ്പൊ നമ്മള് റിയാക്ഷൻ ചെയ്യുന്ന ലിസ്റ്റ് ഇങ്ങനെ നിരനിരയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് പ്രേമലുവിന്റെ ഇപ്പൊ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്ന സീന് ഇതിനകത്ത് നമ്മൾ ഒത്തിരി അതെ, ഇന്റർവ്യൂവിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു ബാറിനകത്ത് ഒരു സീനുണ്ട്. ബാറിനകത്തെ സീനാണ് നാഗച്ചേച്ചിയുടെ കുറച്ച് ഡയലോഗ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് സീൻസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് നമ്മൾ കൈയടിച്ചല്ലേ, തിയേറ്റർ മൊത്തം കൈയടിച്ചോണ്ട് ചിരിച്ച് കണ്ടൊരു സീനാണ്. അപ്പൊ ആ ഒരു സീൻ ഒന്നുകൂടെ കാണണം ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ നേരെ കണ്ടു നോക്കുക. ഇവിടെ മാത്യുവിന്റെ എൻട്രി. എടാ നിങ്ങൾ പറഞ്ഞ ആളെന്തി ഇതെല്ലാരും എന്റെ ഫ്രണ്ട്സാ. ഇവിടെയാണോ ഒളിമ്പിയാഡ് നടക്കണേ? അല്ല, അത് ഇതിന്റെ ഇതെന്താ രാത്രി പരിപാടി വെച്ചാൽ? അത് അമേരിക്കൻ ടൈമിങ്. മാത്ത് ഒളിമ്പിയാടെന്ന് പറഞ്ഞിട്ട് ഇത് മാറില്ലേ? ഇനി തോമസ് എന്താ കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ. Mind your business, lady. Let's pass this round. This is the expansion of binomial theorem. എന്താ ഒന്നുമില്ല. താങ്ക് യു. തോമസ് കഴിക്കില്ലേ? അല്ല, നടിക്കില്ല. എന്റെ പൊന്നെ, ഇങ്ങനെയൊന്നും ഓടിക്കല്ലേ, ഡേഞ്ചർ ആണ്. അല്ല, എനിക്ക് ഇങ്ങനെ ശീലം. അയ്യോ, പേടിക്കണ്ടോ, ഞാൻ അത്ര വലിയ കുടിയനൊന്നുമല്ല. എനിക്കെന്തിനു പേടി? അമ്മലിന്റെ നോട്ടൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതല്ലേ അല്ല, വരാം. ഞങ്ങളൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇതൊന്ന് നോക്കിയേക്കണേ. ഓ, എടാ, നീ അവള് പറഞ്ഞത് കേട്ടാ, ഞാൻ കുടിക്കുന്നതിലൊന്നും അവൾക്ക് വലിയ പ്രശ്നമില്ല. എടാ, അതല്ല, നീ കുടിച്ച ചത്താലോ തേങ്ങില്ല, അതായത് നിന്നോടാ കൊല്ലൂല. അങ്ങനെയൊന്നും അല്ല അത്. നീ എന്തായാലും സംസാരിക്കാൻ സെറ്റ് ചെയ്ത ആംബിയൻസ് ഉള്ളട്ടാ. ഇവിടെ ഇരുന്ന് മനസ്സമാധാനമായിട്ട് എങ്ങനെ മിണ്ടോടാ. ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ വന്നല്ല, വൈബ് ചെയ്യാൻ വന്നതല്ലേ. നീ വന്ന് നമുക്ക് അവരോടൊക്കെ ചില്ലിയപ്പാ. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, നിനക്ക് അറിയാൻ പാടില്ലേ. ഇതൊരുമാതിരി പുകയും സൗണ്ടും. എടാ, സൗണ്ടും കുറച്ചൊക്കെ പറഞ്ഞേ. വേറൊരു വഴിയുണ്ട്. നമുക്ക് കാർത്തിക അടുത്ത് നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചാലാ. കാർത്തികേ, എനിക്ക് റീനുനെ മതി. ചേട്ടാ, കാർത്തിക നമ്മുടെ കൂടെ പകുതി കാര്യങ്ങളൊക്കെയാണ്. അവൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ല കുട്ടിയാവുള്ളൂ.
ചെല് വരാൻ പറ. എടാ തേടിയവള് കാലി ചുറ്റി ദേ അവള് വരുന്നുണ്ട്. നിങ്ങൾ എന്താ വരാത്തെ? എന്താ വരാത്തെ? വാ. കാർത്തിക ഇവിടെ ഇരിക്കോ കുറച്ച്. എന്താ? കാർത്തികയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണ്ടേ? മനസ്സിലായി അമൽ ഡേവിസ്. ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കമ്മിറ്റഡ് ആണ്. അതിനൊന്നുമില്ലേ? ഓ ഓ ഓ ഇവിടെ കാർത്തിക കമ്മിറ്റഡാണ്. ബൈ കമ്മിറ്റഡ്. സി നോ വൺ കേസ്. പിന്നെ എന്താ തുറന്ന് സംസാരിക്കാനുള്ളത്? അത് ഇവന്റെ ഒരു കേസാണ്. ഇവന് റീനുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് തുറന്നു പറയാൻ ഭയങ്കര മടി. മഹാനാണക്കാരനാ. കാർത്തികനോടാവുമ്പോ എല്ലാം പറയാലോ. ഇപ്പൊ സമയം ഉൾട്ടയാണല്ലോ. ഉൾട്ടേ ഇതിനാണ് ഇത്രയും ബിൽഡപ്പൊക്കെ കൊടുത്ത് ഞങ്ങളെ പബ്ബിലോട്ടുണ്ടെന്ന്. ഇതവിടെ വെച്ച് പറയായിരുന്നില്ലേ? അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ അടിച്ചേരില്ലേ? നോ. സച്ചിൻ എന്നിട്ട് UK പോക്കൊക്കെ എന്തായി? അത് ഒരാളെയും കൂടി അപ്ലൈ ചെയ്താൽ കിട്ടും. എന്റെ സച്ചിനെ, എനിക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? 30 വയസ്സ് വരെയുള്ള പ്ലാൻ അവർക്ക് ഇപ്പോഴേ ഉണ്ട്. കോളേജ് പഠിക്കുമ്പോ എന്തോ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അത് പൊട്ടിയതോടെ നേരെ മാരേജ് വന്ന് നിൽക്കുക അവള്. അതും അവളെക്കാളും പ്രായവും പക്വതയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാള്. നീ ആണെങ്കിൽ ഓരോരുത്തർ പറയുന്നിട്ട് UK പോകാൻ പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ചെന്നൈയിലോട്ട് പോകുന്നു. ആരോ പറയാനായിട്ട് ഗേറ്റ് കോച്ചിങ് കെട്ടിയെടുക്കുന്നു. നീ ആദ്യം നിന്റെ കരിയർ എന്താ തീരുമാനിക്കും, എന്നിട്ട് പ്രേമിക്കാൻ നടക്കും. ഇതൊന്നും പറയേണ്ട രണ്ടുപേരും ഞങ്ങൾ താമസിക്കുന്നതിന് അപ്പുറത്ത് വന്ന് താമസിക്കാം. ഇതൊക്കെ സ്റ്റോക്കിംഗ് ആണ്. സ്റ്റോക്കിംഗ് എന്താ പറയുക സച്ചിന്? സ്റ്റോക്കിംഗ് എല്ലാം അറേഞ്ച് ചെയ്ത് അതിൽ പൈസ ഇട്ടിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. ആ കേസ് വിട്. അത് സ്റ്റോക്ക് മാർക്കറ്റിംഗ്. സപ്പോസ് ഇനി അവൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യണം തന്നെ ഇരിക്കട്ടെ. അവളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരാൾ മാത്രമേ അവൾ ഡേറ്റ് ചെയ്യുള്ളൂ. നീ ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഒത്താണെങ്കിൽ ഒരാളെ എവിടെ നിന്ന് കിട്ടാനാണ്? അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഓഫീസ് തന്നെ ഉണ്ടെങ്കിലോ? ആരായിരിക്കും? വിത്തിൻ 6 months അവര് നല്ലൊരു കപ്പിളാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇതൊക്കെ കേട്ടത് എനിക്ക് എന്താ തോന്നണേ? ഞാനിത് അവളോട് സംസാരിക്കണോ? വേണ്ട അവളോട് പറയണം. സോറി. അമൽ, get a life, man. നീ ഒരു 2 പേര് കൂടി പറ. എടാ നമ്മുടെ കൂടെ ഉണ്ടാക്കുന്ന മുതലേ തോമസേ, മോനെ തോമസേ, തോമസേ. എനിക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമ്പോൾ മാറി ഞാൻ തൂറി എറിയുന്നു. അതാരും പ്രതീക്ഷിച്ചില്ലായിരുന്നു ആര് സംഭവിക്കുന്നത്. വേഷം കിട്ടിയാലും അടിച്ചതിന്റെ ഷേപ്പ് ചെയ്യാൻ പറ്റും. വന്ന് നിഹാരിക്ക് താനിങ്ങനെ ഡ്രിങ്ക്സ് കൊടുത്തല്ലേ? എടോ ഇങ്ങനെ ശീലൂല. മേരിയെ കൊല്ലും. അടങ്ങി നിന്നോളണം. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് നീ സച്ചിനെ നോക്കിക്കേ. അവൻ തകർന്നിരിക്കാണ്. എന്നിട്ട് ഇത് കൂളായിട്ടാണ് അവൻ കാര്യം. സച്ചിനോടെ സച്ചിനെന്തേ? സച്ചിനെ മോനെ ഞാനും ജോയിനും തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ്. എന്റെ സച്ചിനെ, എനിക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഞാനങ്ങനെ കണ്ടിട്ടില്ല സച്ചിനെ. അപ്പൊ തന്നെ അടിച്ചല്ലോ.
ബ്രേക്ക്, പിന്നെ ഹാർട്ട് ബ്രേക്ക്, ഈ ഒരു ഇന്റർവൽ സീൻ വന്നപ്പോഴാണ് ഈ പടം വേറെ ലെവലിലോട്ട് ഇല്ലേ. അതുവരെ ഒരു എന്നുവെച്ചാൽ അത്യാവശ്യം ചെറിയ ചെറിയ കോമഡികളൊക്കെ വെച്ചിട്ട് ഈ ഇന്റർവൽ സീൻ വന്നപ്പോഴത്തേക്കും കോമഡിയുടെ അങ്ങ് പീക്ക് പോയിന്റ് എത്തി. പിന്നീട് ഇന്റർവെല് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തകർപ്പായിരുന്നു പടം. ക്ലൈമാക്സ് വരെ പിന്നെ ഒരു രക്ഷയില്ല. സത്യം. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് ഈ OTT വന്നതിന് ശേഷം ചിലര് പറയുന്നത് ഇത് ഓവർ ഹൈപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. വ്യത്യാസം ഓവർ ഹൈപ്പ് ഇപ്പൊ ഈ OTT കാണുന്നവരാ പറയുന്നത്. ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാലേ അതിന്റെ ആ ഒരു ഫീല് വന്നിട്ടുണ്ട്. നമ്മളെ രോമാഞ്ചമൊക്കെ അതിനകത്ത് എല്ലാവരും ഈ പ്രമേയം തന്നെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ നമുക്ക് ആ ഒരു കൂടുതലും എഫക്ട് വരുന്നത്. അപ്പം എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള പടങ്ങൾ ഇപ്പം ഈ OTT വന്നിട്ട് പലരും പല പല ട്രോളുകളൊക്കെ ഇടും ഇല്ലേ, പല കളിയാക്കലൊക്കെ കാണും. പക്ഷെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടവർ ഒരിക്കലും ഓവർ റേറ്റഡ് ആണെന്ന് ഒരിക്കലും പറയില്ല. എന്ന് വെച്ചാല് തിയേറ്ററിൽ കണ്ട എല്ലാവരും ശരിക്കും ആസ്വദിച്ച് സന്തോഷിച്ച് ഇല്ലേ, ഒരുമാതിരി മനസ്സൊക്കെ ഒരുപാട് തുറന്ന് ചിരിച്ച് കണ്ടൊരു സിനിമയാണിത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ചിലര് ക്ലീഷേ സ്റ്റോറി എന്ന് പറയാം. ശരിയാണ്, ക്ലീഷേ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷെ ആ ഒരു സ്റ്റോറി പറഞ്ഞു വെച്ച രീതിയുണ്ട്. അതിനകത്തൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്ത് എന്നുവെച്ചാൽ ഓവറോൾ ഇതിന്റെ ഈ പറയുന്ന ആ തീം എടുക്കുമ്പം കോമൺ ആണ്. പക്ഷെ ഈ അവതരിപ്പിക്കുന്നതിനകത്തിരിക്കും, അതിനകത്തൊരു പുതുമയ്ക്കകത്തിരിക്കും ബാക്കി കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് ഈ ഒരു പടം ഭയങ്കരമായിട്ട് വിജയിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇവരുടെ എല്ലാവരും അഭിനയമാണല്ലേ. ഇവരെ എന്ന് വെച്ചാൽ ഇതിനകത്ത് ജീവിച്ചു എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. എല്ലാവരും ഉള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ഒരു പടമല്ല. പക്ഷെ അവര് ചെയ്തത് നല്ല രസം കണ്ടുപിടിക്കും. ഭയങ്കര നമ്മൾ ഈ ഒരുപാട് ഇപ്പൊ കൊറിയൻസിലെ മൂവിയിലൊക്കെ നമുക്ക് ഫീൽ ഗുഡ് മൂവി കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്ന ഒരു ഫീൽ ഈ ഒരു സിനിമ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഡയറക്ടറുടെ കഴിവോടാണ് അവരെ ആ രീതിയിൽ വന്നത്. പിന്നെ ഈ നസ്ലിന്റെയും ഒക്കെ അപ്പൊ അമൽദേവിടെ പുള്ളിയുടെ അഭിനയൊക്കെ ഇവരുടെ കൗണ്ടറുകളെ ഇവരുടെ ചില കോംബോ അടിപൊളി കോംബോ ആയിരുന്നു. എന്ന് വെച്ചാല് ഇവരുടെ ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. ഇപ്പൊ ഒരെണ്ണം കൊടുക്കുമ്പോൾ ഒരെണ്ണം കിട്ടുന്നു, അങ്ങനെയുള്ള പണ്ട് നമ്മൾ ഇപ്പം ലാലേട്ടൻ ജഗദീഷ് ശ്രീകുമാർ എന്നൊക്കെ പറയുന്ന തൊട്ട് തന്നെ നമുക്ക് പടപടപടയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ട്രോളിങ്ങും പരിപാടികളും കൊടുക്കുക വാങ്ങുക ആ ഒരു സംഭവം ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ടൈമിംഗ് എല്ലാം സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.